ഡൊണാൾഡ് ട്രംപ് എന്ന പുതിയ അമേരിക്കൻ പ്രസിഡന്റ് തികച്ചും പ്രവചനാതീതനായ മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. കയ്യൂക്കിന്റെ നീതിബോധമാണ് അദ്ദേഹത്തിൻ്റെത്. ആരാധകരെയും കൈയിടിയും കിട്ടാനായി എന്ത് അഭ്യാസവും നടത്താൻ മടിയില്ലാത്ത ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഡെമോക്രാറ്റുകളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സിവിലും ക്രിമിനലുമായി അനേകം കേസുകളിൽ ട്രംപിനെ കുരുക്കി ബുദ്ധിമുട്ടിച്ച ബൈഡനോടും കൂട്ടാളികളോടും പ്രതികാരം ചെയ്യുമെന്ന് ഒരു വട്ടമല്ല പലവട്ടം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കമല ഹാരിസ് എന്ന ഡെമോക്രാറ്റിനെ മാത്രമല്ല, തന്നെ ജയിലിലടയ്ക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കുറ്റവാളിയായ ആദ്യ വ്യക്തിയാണ് ട്രംപ്. ഹഷ്മണി കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ശിക്ഷ വിധിക്കേണ്ടിയിരുന്നത് ഈ മാസമായിരുന്നു. അത് പക്ഷേ ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഒരുപാട് കേസുകളുടെ ഒരു പെരുമഴ തന്നെ അദ്ദേഹത്തിനെതിരെയുണ്ട്. ഇനി അതൊന്നും ട്രംപിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ആയിരിക്കില്ല. കാരണം അമേരിക്കയുടെ നിയമ സംവിധാനം അങ്ങനെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് പ്രസിഡന്റിന് അപ്രമാദിത്വമുണ്ട്. നിരവധി നിയമപരിരക്ഷകളുണ്ട്. ട്രംപിന്റെ കേസിലെ വിധികളൊക്കെ ഇനി ട്രംപിന്റെ തീരുമാനമാണ്. പക്ഷേ ചോദ്യം ഇതാണ്: കുറെ നാൾ തന്നെ കോടതിക്ക് അയച്ചിറക്കി കിടപ്പറ കഥകൾ വരെ വലിച്ചു പുറത്തിട്ട കേസുകെട്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്തു ചെയ്യും? ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന ഹഷ്മണി കേസിൽ സ്റ്റോമി ഡാനിയൽസ് എന്ന രതിചിത്ര നടിയുമായി ട്രംപിനുണ്ടായിരുന്ന രഹസ്യബന്ധത്തിന്റെ നിറം പിടിപ്പിച്ച നീലക്കഥകൾ ലോകം മുഴുവൻ അറിഞ്ഞു. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഭാര്യ മെലാനിയയും പെൺമക്കളായ ഇവാങ്കയും ടിഫാനിയും പങ്കെടുത്തില്ല. 78 വയസ്സുള്ള ഒരു വയോധികന്റെ പൂർവ്വകാല ചരിത്രം തിരിഞ്ഞുള്ള ഇത്തരം കേസുകളിൽപ്പെട്ട് ട്രംപിന് നിരവധി പണവും സമയവും നഷ്ടമായി. പക്ഷേ തന്നെ വേട്ടയാടുന്നു എന്ന വലിയ നറേറ്റീവ് സൃഷ്ടിക്കാനും നിരവധി പേരുടെ സഹതാപം പിടിച്ചുപറ്റാനും ട്രംപിനായി. താൻ അമേരിക്കയുടെ യോദ്ധാവാണെന്നും വഞ്ചിതരായവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപ് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ജനം കൈയടിച്ചു. താൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ് 2 സെക്കൻഡിനുള്ളിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകനായ ജാക്ക് സ്മിത്തിനെ തെറിപ്പിക്കുമെന്ന് ട്രംപ് ആണയിട്ടിട്ടുണ്ട്. 2020 ക്യാപിറ്റോൾ കലാപക്കേസിൽ ട്രംപിനെതിരെ വാദിക്കുന്നത് ജാക്ക് സ്മിത്താണ്. ജാക്ക് സ്മിത്തിന്റെ കരിയർ ഇനി തുലാസിലാണ്. കഴിഞ്ഞ ആഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കി: തന്നോട് ഡെമോക്രാറ്റുകൾ ചെയ്തതിനുള്ള മറുപടി കൊടുക്കാൻ തനിക്ക് എല്ലാ അർഹതയുമുണ്ടെന്നും ജോ ബൈഡൻ ആയതിനാൽ കാര്യങ്ങൾ എളുപ്പമാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ചില സാഹചര്യങ്ങളിൽ പ്രതികാരം ന്യായീകരിക്കപ്പെടുമെന്നും ട്രംപ് പറഞ്ഞുവെച്ചു. ട്രംപിന് അദ്ദേഹത്തിൻ്റെത് മാത്രമായ ശരികളുണ്ട്. അതുകൊണ്ട് തന്നെ ബൈഡനെ കാത്തിരിക്കുന്നത് നല്ലൊരു വിശ്രമകാലം ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ മകൻ ഹണ്ടർ ബൈഡനെതിരെ നിരവധി കേസുകളുണ്ട്. ശിഷ്ടകാലം വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽ സ്വൈര്യം നഷ്ടമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകത്തിന്റെ മെക്കിട്ട് കയറിയപ്പോൾ ട്രംപ് സ്വന്തം നാട്ടുകാരോടാണ് അത് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ജനാധിപത്യ നിഷേധം നടത്തുകയും ചെയ്യുന്ന അമേരിക്കനിസത്തിന്റെ വ്യാജ മാതൃകയല്ല ട്രംപ്. ഒറ്റ ദിവസമെങ്കിലും ഒരു ഏകാധിപതിയായിരിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന, അത് പരസ്യമായി പറയാൻ മടിയില്ലാത്ത, ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണ് ട്രംപ്. പ്രതികാരം ചെയ്യാത്തവൻ ആണല്ല എന്ന യാഥാസ്ഥിതിക വിചാരത്തിന്റെ ശക്തനായ വക്താവാണ് അദ്ദേഹം.